السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه، ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا، من يهده الله فلا مضل له ومن يضلل فلا هادي له، وأشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. സഹോദരിമാരെ, മരണാനുബന്ധ മുറകൾ എന്ന വിഷയ പരമ്പരയിൽ മയ്യത്ത് നമസ്കാരത്തെ സംബന്ധിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസിൽ നിങ്ങളെ കേൾപ്പിച്ചത്. മയ്യത്ത് നമസ്കാരവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് പിന്നീട് ഖബറടക്കം എന്ന വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ ഒരു ഭാഗമായിരുന്നു നമസ്കാരത്തെ സംബന്ധിച്ച് പറഞ്ഞ കൂട്ടത്തിൽ നമ്മയെല്ലാം ബാധിക്കുന്ന ഒരു പ്രത്യേക നിയമത്തെ സംബന്ധിച്ച് പറയേണ്ടതുണ്ടായിരുന്നു. അതായത്, മറുനാട്ടിൽ താമസിക്കുന്ന നമ്മൾ നമ്മുടെ നാട്ടിൽ നിന്ന് മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി ഇവിടെ വെച്ച് മയ്യത്ത് നമസ്കാരം നിർവഹിക്കേണ്ടതുണ്ടോ എന്നതിനെ സംബന്ധിച്ചുകൂടി പറയൽ ഈ വിഷയത്തിന്റെ പൂർത്തീകരണത്തിന് ആവശ്യമാണെന്ന് തോന്നുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് ഇങ്ങനെ മറുനാടുകളിൽ വെച്ച് മരണപ്പെട്ടുപോയ ആളുകൾക്ക് വേണ്ടി വ്യാപകമായ തോതിൽ എപ്പോഴും മറഞ്ഞ മയ്യത്തിന് വേണ്ടിയുള്ള നമസ്കാരം നിർവഹിക്കാറുണ്ടായിരുന്നോ എന്നാണ് നമുക്ക് ആദ്യമായി പരിശോധിക്കാനുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കാലത്ത് മറുനാട്ടിൽ വെച്ച് മരണപ്പെട്ട ഒരാൾക്ക് വേണ്ടി നടന്ന ഒരേ ഒരു നമസ്കാരം അത് നജ്ജാശി എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരു രാജാവിന് വേണ്ടിയുള്ള നമസ്കാരമായിരുന്നു. നജ്ജാശി എന്ന് പറയുന്ന അബിശീനിയൻ രാജാവ്, അദ്ദേഹം മുസ്ലിമായി. എന്നാൽ ആ നാട്ടിൽ മുസ്ലിമീങ്ങളൊന്നുമില്ലാത്ത ഒരു രാജ്യത്തായിരുന്നു അദ്ദേഹം താമസിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഒരു മുസ്ലിമിന്റെ ജനാസയുടെ മേൽ നിർബന്ധമായ മയ്യത്ത് നമസ്കാരം നിർവഹിക്കുക എന്ന കർമ്മം നിർവഹിക്കാൻ ആ പ്രദേശത്ത് ആരുമുണ്ടായിരുന്നില്ല എന്നാണ് ചരിത്രത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ മുശ്രിക്കീങ്ങളുടെയും കാഫിറുകളുടെയും മാത്രം തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശത്തുള്ള അവിടെയുണ്ടായിരുന്ന ഏക മുസ്ലിമായ നജ്ജാശി റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിന്റെ മരണവാർത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കിട്ടിയപ്പോൾ റസൂലുള്ളാഹി സഹാബത്തിനോട് പറഞ്ഞു, ഫഹലുമു, നിങ്ങൾ വരുവീൻ, നിങ്ങളുടെ ഒരു സഹോദരൻ ഇന്ന അഖാക്കും ഖദ് മാത ബിഗൈരി അർദിക്കും ഫഖൂമു ഫസല്ലു അലൈഹി, നിങ്ങളുടെ ഒരു സഹോദരൻ നിങ്ങളുടേതല്ലാത്ത ഒരു ഭൂമിയിൽ എന്ന് പറഞ്ഞാൽ ഇസ്ലാമികമല്ലാത്ത, ഇസ്ലാമിന്റെ പ്രദേശമല്ലാത്ത ഒരു രാജ്യത്ത് വെച്ച് മരണപ്പെട്ടിരിക്കുന്നു, അതുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി നിങ്ങൾ നമസ്കരിക്കുക എന്ന് പറഞ്ഞ് പ്രവാചകൻ അവരെ ആഹ്വാനം നടത്തുകയും റസൂലുള്ളാഹി നമസ്കരിക്കാൻ വേണ്ടി നിന്നു. സ്വഹാബത്ത് ബാക്കിൽ സഫ് കെട്ടി. അങ്ങനെ അവർ 4 തക്ബീറോടുകൂടി നജ്ജാശി റളിയല്ലാഹു തആല അൻഹുവിന് വേണ്ടി മറഞ്ഞ രീതിയിൽ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു എന്ന് ഇമാം ബുഖാരിയും മറ്റു പല ഹദീസ് പണ്ഡിതന്മാരും റിപ്പോർട്ട് ചെയ്ത സംഭവങ്ങളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഈ ഒരൊറ്റ സംഭവമാണ്
സ്ഥലത്തില്ലാത്ത, ഹാജറില്ലാത്ത, അതല്ലെങ്കിൽ മറുനാട്ടിൽ വെച്ച് മരണപ്പെട്ടു പോയൊരു മയ്യത്തിന് വേണ്ടി റസൂലുള്ളാഹി നിർവഹിച്ചിട്ടുള്ള ഏക നമസ്കാരം ഇത് മാത്രമാണ്. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, സ്ഥലത്തില്ലാത്ത നമ്മൾ മറുനാട്ടിൽ വെച്ച് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമുക്ക് വിദേശത്ത് വെച്ച് നമസ്കരിക്കാവുന്നതാണ് എന്ന് ഒരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇതേ ഹദീസിന്റെ തന്നെ അടിസ്ഥാനത്തിൽ നല്ലൊരു വിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, സ്ഥലത്തില്ലാത്ത, ഹാജറില്ലാത്ത മറ്റൊരു നാട്ടിൽ വെച്ച് മരണപ്പെട്ടു പോയിട്ടുള്ള മയ്യത്തിന് നമ്മൾ നമസ്കരിക്കേണ്ടതില്ല, ഇവിടെ വെച്ച് നമസ്കരിക്കേണ്ടതില്ല എന്നാണ്. അപ്പോൾ പിന്നെ നജ്ജാശിക്ക് വേണ്ടി നമസ്കരിച്ചതിനെ പറ്റി എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് എന്ന് ചോദിച്ചാൽ അവർ പറയുന്ന മറുപടി, നജ്ജാശിക്ക് വേണ്ടി റസൂലുള്ളാഹിയും സ്വഹാബത്തും നിസ്കരിക്കാൻ കാരണം നജ്ജാശി രാജാവ് മരിച്ച ആ നാട്ടിൽ അദ്ദേഹത്തിന്റെ ജനാസ മുമ്പിൽ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കാരം നിർവഹിക്കാൻ അവിടെ ആരുമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ആ ബാധ്യത നമ്മൾ നിർവഹിക്കുന്നത് എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ നമസ്കരിച്ചിട്ടുള്ളത് എന്നാണ് അവർ പറയുന്ന മറുപടി. ഈ മയ്യത്ത് നമസ്കാരം മറുനാട്ടിൽ വെച്ച് മരണപ്പെട്ട മയ്യത്തിന് വേണ്ടി ഇവിടെ വെച്ച് നമസ്കരിക്കണം എന്ന് പറയുന്നവർക്കും നമസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്കും ഈ ഒരൊറ്റ ഹദീസ് തന്നെയാണ് തെളിവ്. ഈ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ സൂക്ഷ്മ വിശകലനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അതായത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയുന്നു, അസ്സവാബ്, ഇതിൽ ശരിയായ അഭിപ്രായം, അന്നൽ ഗായിബ ഇൻ മാത ബിബലദിൻ ലം യുസല്ല അലൈഹി ഫീഹി സല്ല അലൈഹി സലാത്തുൽ ഗായിബി. ഒരാൾ ഒരു പ്രദേശത്ത് വെച്ച് മരണപ്പെട്ടു, ആ പ്രദേശത്ത് അദ്ദേഹത്തിന് വേണ്ടി മയ്യത്ത് നമസ്കാരം നടന്നിട്ടില്ലെങ്കിൽ നമ്മൾ മറുനാട്ടിലാണെങ്കിലും അദ്ദേഹത്തിന് വേണ്ടി നമസ്കരിക്കണം. ഏതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നജ്ജാശി രാജാവിന് വേണ്ടി നമസ്കരിച്ചതിന് തെളിവാണ്. ലിഅന്നഹു നജ്ജാശി മാത ബൈനൽ കുഫാരി, കാഫിറുകൾക്കിടയിൽ വെച്ചാണ് മരണപ്പെട്ടത്. വലം യുസല്ല അലൈഹി, അദ്ദേഹത്തിന്റെ മേൽ അവിടെ വെച്ച് നമസ്കാരം നിർവഹിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. അതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പൊ റസൂലുള്ളാഹി മറഞ്ഞ മയ്യത്തിന് നമസ്കരിച്ചിട്ടുമുണ്ട്, നമസ്കരിക്കാതെയും ഇരുന്നിട്ടുണ്ട്. നമസ്കരിച്ചത് ഈ ഒരു സംഭവമാണ്. മറ്റു പല അവസരങ്ങളിലും വിദൂരദേശത്ത് നിന്ന് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി റസൂലുള്ളാഹി ഈ നമസ്കാരമല്ലാതെ വേറൊന്നും നമസ്കരിച്ചിട്ടില്ല. ഇതാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇതേ അഭിപ്രായക്കാരാണ് ശാഫി മദ്ഹബിലെ പല പണ്ഡിതന്മാരും ഈ അഭിപ്രായക്കാരാണ്. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യാപകമായ രൂപത്തിൽ മറുനാടുകളിൽ വെച്ച് മരണപ്പെട്ട ആളുകൾക്ക് വേണ്ടി നമസ്കരിച്ചിട്ടില്ല. ഈ ഒരൊറ്റ സംഭവമേയുള്ളൂ. അതുകൊണ്ട് ഈ ഹദീസുകളെപ്പറ്റി സൂക്ഷ്മ വിശകലനം നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ പറയുന്നത്, ഒരാൾ ഒരു സ്ഥലത്ത് വെച്ച് മരിച്ചു, അവിടെ വെച്ച് അയാൾക്ക് അന്നാട്ടുകാർ നമസ്കാരം നിർവഹിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ വെച്ച് പ്രത്യേകം നിസ്കരിക്കേണ്ടതില്ല. അപ്പൊ ഇന്ന് നമ്മുടെ നാട്ടിൽ, ഇവിടെ ഗൾഫിലൊക്കെ നമ്മൾ കാണാറുണ്ട്, പല പള്ളികളിലും മയ്യത്ത് നിസ്കാരമുണ്ട് എന്ന് പറഞ്ഞ ആൾക്കാരെ വിളിച്ചുകൂട്ടി ഒരു 10-100 ആൾക്കാരുടെ ലിസ്റ്റ് ഇങ്ങനെ വായിക്കും ഒരാൾ. ചില മുസ്ലിയാന്മാർ അതൊരു ജീവിതത്തിന്റെ ചൂഷണത്തിനുള്ള ഉപാധിയാക്കി മാറ്റാറുണ്ട്. അത്തരത്തിലുള്ള മയ്യത്ത് നിസ്കാരങ്ങൾ ഇങ്ങനെ കുറെ ആൾക്കാരുടെ പേര് ഒന്നിച്ച് വായിക്കുകയും എന്നിട്ട് അവർക്കെല്ലാം കൂടി പള്ളിയിൽ ഒരുമിച്ച് കൂടി മയ്യത്ത് നമസ്കാരം നിർവഹിക്കുകയും ചെയ്യുന്ന രീതി പ്രവാചകന്റെ കാലത്ത് സ്ഥിരപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് അത്തരത്തിലുള്ള നമസ്കാരത്തിന് നബിചര്യയിൽ പ്രോത്സാഹനമില്ല, തെളിവില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇനി ഇത്തരത്തിൽ നമസ്കരിക്കാൻ സാധിക്കാത്ത ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിച്ച വേറൊരു രീതിയുണ്ട്. അതായത് ഖബറിന്റെ അടുത്ത് പോയിട്ട് നമസ്കാരം നിർവഹിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഒരിക്കൽ പ്രവാചകന്റെ പള്ളി അടിച്ചുവാരി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഇമാം അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ഫീ ഖിസ്സത്തിൽ മർഅത്തിൽ ലത്തി കാനത് തഖുമ്മുൽ മസ്ജിദ, പ്രവാചകന്റെ മദീനയിലെ പള്ളിയിലെ കല്ലും കമ്പും കരടുമൊക്കെ പെറുക്കി പള്ളി അടിച്ചുകോരി വൃത്തിയാക്കിയിരുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ഒരു ദിവസം അവളെ കാണാതായപ്പോൾ ഫസഅല അൻഹാ അൻ-നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ ആ സ്ത്രീയെ പറ്റി ചോദിച്ചു, കാണുന്നില്ലല്ലോ അവളെ, അവൾ എവിടെ പോയി? ഫഖാലു, അപ്പോൾ സ്വഹാബത്ത് പറഞ്ഞു, മാതത്, അവർ മരിച്ചുപോയി. ഫഖാല, അപ്പോൾ റസൂൽ പറഞ്ഞു സ്വഹാബത്തിനോട്, അഫലാ കുൻതും ആദൻതുമുനി, നിങ്ങൾ എന്തുകൊണ്ട് എന്നെ അവളുടെ മരണവാർത്ത അറിയിച്ചില്ല? ഫകഅന്നഹും സഖറു അംറഹ, അവരത്ര നിസ്സാരമാക്കിയത്, നബിയെ ഈ വിവരം അറിയിക്കൽ അവരത്ര ഗൗരവമായി എടുത്തില്ല.
ഫഖാല റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, ദുല്ലൂനി അലാ ഖബരിഹാ, നിങ്ങൾ അവളെ മറമാടിയിട്ടുള്ള ഖബർസ്ഥാൻ എനിക്ക് കാണിച്ചു തരിക. നബി സ്വഹാബത്തിനോട് ആവശ്യപ്പെട്ടു. ഫദല്ലൂഹ, അവർ റസൂലുള്ളാഹിക്ക് ആ ഖബർ കാണിച്ചു കൊടുത്തു. ഫസല്ലാ അലൈഹാ, ആ സ്ത്രീയുടെ മേൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിന്റെ അടുത്ത് വെച്ച് നമസ്കാരം നിർവഹിച്ചു. ഇത് സഹീഹായ ഹദീസുകളിലൂടെ സ്ഥിരപ്പെട്ടതാണ്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 ദിവസത്തിന് ശേഷം ഒരു മയ്യത്തിന് വേണ്ടി ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിച്ചതായി ഹദീസിൽ കാണുന്നു. 1 മാസം കഴിഞ്ഞിട്ടുള്ള, 1 മാസമായിട്ട് മറമാടൽ കഴിഞ്ഞിട്ടുണ്ട്. 1 മാസത്തിന് ശേഷം മറമാടി 1 മാസത്തിന് ശേഷം ഖബറിന്റെ അടുത്ത് പോയി നമസ്കരിച്ചതായും കാണാൻ സാധിക്കും. സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അന്ന ഉമ്മ സഅദിൻ മാത്തത്, സഅദിന്റെ ഉമ്മ മരണപ്പെട്ടു. ആ അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗായിബുൻ, നബി സ്ഥലത്തില്ലായിരുന്നു. ഫലമ്മ ഖദിമ, റസൂലുള്ളാഹി വന്നപ്പോൾ, ഈ വിവരം അറിഞ്ഞപ്പോൾ, സല്ലല്ലാ അലൈഹാ വഖദ് മദാ ലിദാലിക ശഹ്ർ, അവരുടെ ഖബറിന്റെ അടുക്കൽ നമസ്കരിച്ചു. 1 മാസം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു മറമാടിയിട്ട്. അപ്പൊ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാവുന്നതാണ് എന്ന് ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഇങ്ങനെ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കുക അനുവദനീയമാണ് എന്ന് പറയുന്ന പണ്ഡിതന്മാർക്കിടയിൽ എത്ര കാലം കഴിഞ്ഞ ഖബറിന്റെ അടുക്കൽ പോയിട്ടാണ് നമസ്കരിക്കാവുന്നത് എന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചില ആൾക്കാർ പറയുന്നത് 1 മാസം വരെ അങ്ങനെ പോയി നമസ്കരിക്കാം. ചിലർ പറയുന്നത് മയ്യത്ത് നുരുമ്പിപ്പോകുന്ന കാലാവധി വരെയും ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാമെന്നാണ്. വേറെ ചില ആളുകൾ പറയുന്നത് പ്രത്യേക കാലമൊന്നുമില്ല, ഏത് കാലത്തും നമ്മൾ മയ്യത്ത് നമസ്കാരം നിർവഹിച്ചിട്ടില്ലെങ്കിൽ ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാം എന്നാണ് വേറൊരു വിഭാഗം പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. സുബുലുസ്സലാം എന്ന് പറയുന്നത് ബുലൂഗുൽ മറാം എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു ഹദീസ് കിതാബിന്റെ വ്യാഖ്യാനം എഴുതിയ ഗ്രന്ഥമാണ്. ആ ഗ്രന്ഥം എഴുതിയ ഇമാം സൻആനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്, ഹാദാ ഹുവൽ ഹഖ്, ഏത് കാലത്തും നമസ്കരിക്കാം എന്ന് പറയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ് തോന്നുന്നത്, അതാണ് സത്യം. ഇത് ലാ ദലീല അല തഹദീദി ബിമുദ്ദത്തിൻ, ഇത്ര കാലം പഴക്കമുള്ള ഖബറിന്റെ അടുക്കൽ പോയി നമസ്കരിക്കാവൂ എന്ന് തെളിവില്ലാത്തതുകൊണ്ട് എപ്പോഴും നിർവഹിക്കാവുന്നതാകുന്നു എന്നാണ് എന്റെ അഭിപ്രായമെന്ന് ഇമാം സൻആനി അദ്ദേഹത്തിന്റെ സുബുലുസ്സലാം 2ാം വാള്യം 204-ാം പേജിൽ വിശദമായി തന്നെ പ്രതിപാദിക്കുന്നത്. ഇതൊക്കെയാണ് ആ വിഷയത്തിൽ പണ്ഡിതന്മാരിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള സംഭവങ്ങൾ. അതാണ് ആ നമസ്കാരത്തെ സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. മറ്റൊന്ന്, മയ്യത്ത് നമസ്കാരം നിർവഹിക്കുമ്പോഴും സാധാരണയായി നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിലാണെങ്കിൽ മയ്യത്ത് നമസ്കാരം ആ സമയത്ത് നിർവഹിക്കുന്നത് നല്ലതല്ല എന്നാണ് ഹദീസുകൾ മനസ്സിലാകുന്നത്. അപ്പൊ നിങ്ങൾക്കറിയാം, സാധാരണ നമ്മൾ ഫർദ് നിസ്കാരങ്ങളും മറ്റു നിസ്കാരങ്ങളും സാധാരണയായിട്ട് നമസ്കാരങ്ങൾ 2-3 സമയങ്ങളിൽ കറാഹത്താണ്. അതായത് റസൂലുള്ളാഹി പറയുന്നു, സലാസു സആത്തിൻ കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, സലാസു സആത്തിൻ, 3 സമയങ്ങൾ, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൻഹാനാ അൻ നുസല്ലി ഫീഹിന്ന, ആ 3 സമയങ്ങളിൽ ഞങ്ങൾ നമസ്കരിക്കുന്നത് റസൂലുള്ളാഹി വിരോധിക്കാറുണ്ടായിരുന്നു. ഔവൻ നുഖ്ബിറ ഫീഹിന്ന മൗതാന, ഞങ്ങളിലെ മരണപ്പെട്ട ആൾക്കാരെ മറമാടുന്നതും നബി ആ സമയങ്ങളിൽ നിരുത്സാഹപ്പെടുത്തിയിരുന്നു, വിരോധിച്ചിരുന്നു. ഒന്ന്, സൂര്യൻ രാവിലെ സുബഹിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെയുള്ള ആ സമയം, സുബഹിസ്കാരത്തിന് ശേഷം സൂര്യൻ ഉദിച്ചുയരുന്നത് വരെ മറ്റു നിസ്കാരങ്ങളൊന്നും പാടില്ല എന്നാണ്. മറ്റൊന്ന്, നട്ടുച്ച സമയം, സൂര്യൻ മധ്യത്തിൽ നിൽക്കുന്ന ആ സമയം, ആ സമയത്തും നമസ്കാരം വിലക്കപ്പെട്ടതാണ്, അല്പം കൊണ്ട് തെറ്റുന്നത് വരെ. 3-ാമത്തെ സമയം അസ്തമയത്തോടടുക്കുന്ന സമയമാണ്. സൂര്യന്റെ അസ്തമനത്തോടടുക്കുന്ന ആ സമയം, അസ്തമനം പൂർണ്ണമാകുന്നത് വരെ നമസ്കാരം വിരോധിക്കപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഈ സമയങ്ങളിൽ മയ്യത്ത് നമസ്കാരവും എന്താണ്, ഉത്തമമല്ല. പ്രത്യേകിച്ച് അനിവാര്യമായ വല്ല കാരണങ്ങളും ഉണ്ടെങ്കിൽ, പെട്ടെന്ന് മറമാടേണ്ട ആവശ്യമുണ്ട്, മയ്യത്ത് കൂടുതൽ താമസിപ്പിച്ചാൽ പ്രത്യേകിച്ച് വല്ല വിഷമങ്ങളും ഉണ്ടാകും എന്നൊക്കെ തോന്നുകയാണെങ്കിൽ നമുക്ക് പിന്നെ സമയം നോക്കേണ്ടതില്ല, പെട്ടെന്ന് തന്നെ നമസ്കരിക്കാവുന്നതാണ്. അതല്ലാത്ത സമയങ്ങളിലാണെങ്കിൽ, സൗകര്യമുണ്ടെങ്കിൽ, ഇത്തരത്തിൽ നമസ്കാരം വിരോധിക്കപ്പെട്ട സമയങ്ങളിൽ മയ്യത്ത് നമസ്കാരവും നിർവഹിക്കാതെ അനുവദനീയമായ മറ്റു സമയങ്ങളിലേക്ക് നീട്ടിവെക്കുന്നതാണ് നല്ലത് എന്നാണ് ഹദീസുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സ്വഹാബാ കിറാമിന്റെ കാലത്ത് സ്വഹാബികളിൽ അവരുടെ അടുക്കൽ ജനാസ കൊണ്ടുവരപ്പെട്ടപ്പോൾ പലപ്പോഴും സുബഹിക്ക് കൊണ്ടുവരുന്ന ജനാസ സൂര്യൻ ഉദിച്ചുയർന്നതിന്റെ ശേഷമേ അവർ നമസ്കരിച്ചിരുന്നുള്ളൂവെന്നും, അതേപോലെ തന്നെ മഗ്രിബിനോടടുത്ത സമയത്ത് കൊണ്ടുവന്നിട്ടുള്ള മയ്യത്തിന് വേണ്ടി
സൂര്യൻ അസ്തമിച്ച് മഗ്രിബ് നമസ്കാരം നിർവഹിച്ച് കഴിഞ്ഞതിന്റെ ശേഷമേ അവർ നമസ്കരിച്ചിരുന്നുള്ളൂവെന്നും സ്വഹീഹായ നിലയ്ക്ക് പല റിപ്പോർട്ടുകളിലും പല ഹദീസുകളിലും നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ മയ്യത്ത് നമസ്കാരത്തിനും ഇത്തരത്തിലുള്ള നിയമങ്ങൾ ബാധകമാണ് എന്ന് സ്വഹാബത്ത് മനസ്സിലാക്കി എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് മയ്യത്ത് നമസ്കാരവുമായി കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യങ്ങളായി നിങ്ങളെ സൂചിപ്പിക്കാനുള്ളത്. ഇനി മയ്യത്ത് നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ മുസ്ലിമിന്റെ മയ്യത്ത് സാധാരണയായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഖബറടക്കം ചെയ്യലാണ്. ഖബറടക്കം ചെയ്യുക എന്ന് പറഞ്ഞാൽ പൊതുവെ ഇന്ന് ജനങ്ങൾക്കിടയിൽ പല മതവിഭാഗങ്ങൾക്കിടയിലും ശവസംസ്കാരം നടത്തുന്ന ഏർപ്പാട് പല രീതിയിലാണ്. ചില ആൾക്കാർ മരണപ്പെട്ടു കഴിഞ്ഞാൽ ശവം ഉള്ളിന്മേൽ വെച്ച് തീ കൊടുത്തുകൊണ്ട് അഗ്നിയിൽ വെച്ച് ദഹിക്കുന്ന സമ്പ്രദായം, എന്നിട്ടത് വെണ്ണീറാക്കി പുണ്യ ജലങ്ങളിലൊക്കെ ഒഴുക്കുന്നു എന്ന പേരിൽ ഗംഗയിലും യമുനയിലുമൊക്കെ ഒഴുക്കാറുണ്ട്. വലിയ വലിയ നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരൊക്കെ മരിച്ചാൽ നാട്ടുകാർ ചെയ്യുന്നത് അവരുടെ കുടുംബങ്ങൾ ഒരു ചിതയൊരുക്കി അതിൽ വെച്ച് ശവത്തെ അഗ്നി കൊണ്ട് കരിച്ച് കത്തിച്ച് ചാമ്പലാക്കി വെണ്ണീറാക്കി എന്നിട്ട് പുണ്യ നദികളിലൊക്കെ ഒഴുക്കുന്ന സമ്പ്രദായമാണ് ചില മതങ്ങളിലുള്ളത്. വേറെ ചില ആളുകൾ മയ്യത്തിനെ കഷ്ണിച്ച് കഴുകന്മാർക്കും മത്സ്യങ്ങൾക്കുമൊക്കെ തിന്നാൻ പാകത്തിൽ എറിഞ്ഞുകൊടുക്കുന്ന വിഭാഗക്കാരുമുണ്ട് ഈ ലോകത്ത്. വേറെ ചില ആളുകൾ എന്ത് ചെയ്യുന്നു, ഒന്നും ചെയ്യൂല, ഭദ്രമായി ഒരു പാത്രത്തിലാക്കി സൂക്ഷിച്ചു വെക്കുന്ന ഏർപ്പാടുള്ള ആൾക്കാരുണ്ട്. ഇന്നുണ്ട് അത്തരത്തിൽ ചെയ്യുന്ന ചില വിഭാഗം ആളുകൾ. മയ്യത്തിന്റെ ശവശരീരത്തിൽ ഒരു കേടുപാടും വരാതെ രാസവസ്തുക്കളൊക്കെ അതിലിട്ട് അങ്ങനെ കൊല്ലങ്ങളോളം അങ്ങനെ മയ്യത്തിനെ കണ്ടുകൊണ്ടിരിക്കാൻ വേണ്ടി അടുത്ത കാലത്ത് തന്നെ ചില രാഷ്ട്ര നേതാക്കന്മാരുടെയൊക്കെ ശവശരീരങ്ങൾ അങ്ങനെ ഐസിലും അതേപോലെ തന്നെ രാസവസ്തുക്കളിലൊക്കെ സൂക്ഷിച്ചു വെച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പണ്ട് കാലത്ത് അങ്ങനെ പല രൂപത്തിലാണ് മറമാടലും, ഇന്നും അങ്ങനെ തന്നെയാണ്. പല രീതിയിലുള്ള മയ്യത്ത് സംസ്കരണങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശവദാഹങ്ങൾ പല രൂപത്തിലാണ്. എന്നാൽ ഇസ്ലാമിക സംസ്കാരത്തിൽ ഇതൊന്നും അംഗീകരിക്കുന്നില്ല. കത്തിച്ചു കളയാൻ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. കഴുകന്മാർക്കും മത്സ്യങ്ങൾക്കും ഭക്ഷിക്കാൻ വേണ്ടി കൊത്തിയെരിഞ്ഞ് എറിയാൻ വേണ്ടി ഇസ്ലാം പറയുന്നില്ല. അതല്ലെങ്കിൽ ഭദ്രമായി സൂക്ഷിച്ചു വെക്കാനും ഇസ്ലാം അനുവദിക്കുന്നില്ല. ഇസ്ലാം അനുവദിക്കുന്ന ഏക മാർഗം മൃതദേഹം ഒരു കുഴി കുത്തി ആ മണ്ണിൽ കുഴിച്ചു മൂടുന്ന സമ്പ്രദായത്തെ മാത്രമാണ് ഇസ്ലാം യോജിക്കുന്നതും അതാണ് മനുഷ്യന്റെ പ്രകൃതിയോട് യോജിക്കുന്നത്. പരിശുദ്ധ ഖുർആൻ അതാണ് നമ്മെ പഠിപ്പിക്കുന്നത്. ഖുർആൻ സൂറത്തുൽ മുർസലാത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അലം നജ്അലിൽ അർള കിഫാതാ അഹ്യാഅൻ വഅംവാതാ. അല്ലാഹു തആല പറയുന്നു, അലം നജ്അലിൽ അർള, ഭൂമിയെ നാം ആക്കിയില്ലയോ, കിഫാത, ഒതുങ്ങുന്ന രൂപത്തിൽ, യോജിച്ച രൂപത്തിലാണ്. അഹ്യാഅൻ, ജീവിച്ചിരിക്കുന്നവർക്കും ഭൂമിയാണ് വേണ്ടത്, വഅംവാത, മരണപ്പെട്ടവർക്കും ഭൂമി തന്നെയാണ് നമ്മൾ നിശ്ചയിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അത് ആ സൂചനയാണ്. ജീവിച്ചിരിക്കുന്നവർ ഭൂമിയുടെ പുറത്തും മരിച്ചവർ അതിന്റെ ഉള്ളിലുമാണ് എന്നർത്ഥം. ഈ സമ്പ്രദായം, കുഴികുത്തി മനുഷ്യനെ കുഴിച്ചു മൂടുന്ന ഈ സമ്പ്രദായം ആദ്യമായി മനുഷ്യനത് അറിയില്ലായിരുന്നു. ഈ കാര്യം മനുഷ്യനെ പഠിപ്പിക്കാൻ വേണ്ടി ഒരു പ്രത്യേകമായ സന്ദർഭം ഉണ്ടായി എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ചരിത്ര പശ്ചാത്തലത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. സൂറത്ത് മാഇദയിൽ ആ ചരിത്രം നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം. وَاتْلُ عَلَيْهِمْ نَبَأَ ابْنَيْ آدَمَ بِالْحَقِّ إِذْ قَرَّبَا قُرْبَانًا فَتُقُبِّلَ مِنْ أَحَدِهِمَا وَلَمْ يُتَقَبَّلْ مِنَ الْآخَرِ قَالَ لَأَقْتُلَنَّكَ قَالَ إِنَّمَا يَتَقَبَّلُ اللَّهُ مِنَ الْمُتَّقِينَ لَئِنْ بَسَطْتَ إِلَيَّ يَدَكَ لِتَقْتُلَنِي مَا أَنَا بِبَاسِطٍ يَدِي إِلَيْكَ لِأَقْتُلَكَ إِنِّي أَخَافُ اللَّهَ رَبَّ الْعَالَمِينَ. അതായത് ആദമിന്റെ രണ്ട് മക്കൾ പരസ്പരം കലഹിച്ച ഒരു സംഭവം പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ മാഇദയിൽ വിശദീകരിക്കുന്നു. ആദമിന്റെ രണ്ട് മക്കൾ ആ കാലത്ത് രണ്ടാളും അല്ലാഹുവിന് വേണ്ടി ഓരോ ബലികർമ്മം നടത്തി, ഖുർബാൻ. ഖുർആൻ പറയുന്നു, ഫതുഖുബ്ബില മിൻ അഹദിഹിമ, രണ്ട് മക്കൾ നടത്തിയ ബലികർമ്മത്തിൽ ഒരാളുടെ ബലിയാണ് അല്ലാഹു സ്വീകരിച്ചത്. വലം യുതഖബ്ബൽ മിനൽ ആഖരി, മറ്റേ ആളുടെ ബലി പടച്ചവൻ സ്വീകരിച്ചില്ല. അപ്പൊ ഈ സ്വീകരിക്കപ്പെടാത്ത ആൾക്ക് അസൂയയായി സ്വീകരിക്കപ്പെട്ട ആളോട്, അയാളോട് പറഞ്ഞു, ഖാല ലാ അഖ്തുലന്നക, നിന്നെ ഞാൻ കൊന്നുകളയും എന്ന് പറഞ്ഞു. ഈ സഹോദരൻ നിന്റെ ബലി മാത്രം എന്തുകൊണ്ട് സ്വീകരിച്ചു, അതുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലും എന്ന് അസൂയയോടുകൂടെ പറഞ്ഞു. അവ ഇദ്ദേഹം കൊടുത്ത മറുപടി, അല്ലാഹു മുത്തഖീങ്ങളിൽ നിന്നാണ് ഇതൊക്കെ സ്വീകരിക്കാൻ, നിന്നിൽ ചിലപ്പോൾ സൂക്ഷ്മതക്കുറവ് ഉണ്ടായിട്ടുണ്ടാകും എന്ന് മറ്റേ സഹോദരൻ മറുപടിയും കൊടുത്തു. ചുരുക്കി പറഞ്ഞാൽ അവസാനം ഇയാൾ എന്ത് ചെയ്തു, ഫതവഅത് ലഹു നഫ്സുഹു ഖത്ല അഖീഹി ഫഖതലഹു ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. فبعث الله غرابا يبحث في الأرض ليريه كيف يواري سوءة أخيه
قال يا ويلتى أعجزت أن أكون مثل هذا الغراب فأواري سوءة أخي فأصبح من النادمين. പരിശുദ്ധ ഖുർആൻ പറയുന്നു ഫതവഅത ലഹു നഫ്സുഹു ഖത്ല അഖീഹി. ഇയാൾ പിന്നെ അവസാനം ചെയ്തു തന്റെ സഹോദരനെ കൊല്ലാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഫഖതലഹു, ഈ സഹോദരനെ എന്ത് ചെയ്തു? കൊന്നു എന്നാണ്. ഫഅസ്ബഹ മിനൽ ഖാസിരീൻ. അങ്ങനെ എന്ത് ചെയ്തു? ഫഅസ്ബഹ മിനൽ ഖാസിരീൻ, അയാൾ നഷ്ടക്കാരിൽപ്പെട്ടുപോയി. ഈ അവസരത്തിൽ ഇയാൾ കൊല്ലും ചെയ്തു. ഇനിയിപ്പോ ഈ സഹോദരന്റെ മയ്യത്തുമായിട്ട് എന്ത് ചെയ്യണമെന്ന് ഇയാൾക്ക് അറിഞ്ഞുകൂടാ. ഒരാളുടെ ശരീരം മയ്യത്തായി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യണമെന്ന് മുമ്പ് ഇയാൾക്ക് പരിചയമല്ല. അങ്ങനെ ഇയാളിങ്ങനെ പകച്ചു നിൽക്കുകയാണ്, എന്താ എന്റെ സഹോദരന്റെ മയ്യത്തും കൊണ്ട് ഞാൻ ചെയ്യേണ്ടത് എന്ന് വിചാരിച്ച് ബേജാറായി നിൽക്കുമ്പോൾ പടച്ചതമ്പുരാൻ അല്ലാഹു തആല അയക്കുന്നു ഖുറാബൻ, ഒരു കാക്കയെ. ഖുറാബ് കാക്കപ്പക്ഷിയെ അല്ലാഹു തആല നിയോഗിക്കണം. ആ പക്ഷി വന്നുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഇയാൾ കാണെ യബ്ഹസു ഫിൽ അർളി, ഭൂമിയിൽ ഇങ്ങനെ കുഴിക്കുകയാണ്. അതിന്റെ കാലുകൊണ്ട് ഭൂമിയിൽ നിന്ന് ഇങ്ങനെ മണ്ണിങ്ങനെ കുഴിക്കാൻ തുടങ്ങി. ലിയുരിയഹു, ഇയാൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൈഫ യുവാരി, എങ്ങനെയാണ് മറമാടേണ്ടത്, സൗഖത്താഹി, തന്റെ സഹോദരന്റെ നഗ്നമായ ജഡം എങ്ങനെയാണ് സംസ്കരിക്കേണ്ടത് എന്ന് പഠിപ്പിക്കാൻ വേണ്ടി ഈ കാക്കപ്പക്ഷി വന്നിട്ട് എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ ഇങ്ങനെ മണ്ണിങ്ങനെ കാലുകൊണ്ട് വാരി കുഴി കുത്താൻ തുടങ്ങി. ഇത് കണ്ടപ്പോഴാണ് ഇയാൾക്ക് ബോധ്യമായത്, ഇതാണ് ചെയ്യേണ്ടത്. മൃതദേഹം കുഴി കുത്തിയിട്ട് അതിലിട്ട് മൂടുകയാണ് വേണ്ടത് എന്ന് ഇയാൾക്ക് ഈ കാക്കയാണ് പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഈ മനുഷ്യൻ പറയുന്നു എന്ന് പടച്ചതമ്പുരാൻ പറയുന്നു, യാ വൈലത്താ, എന്റെ നാശമേ, അജസ്തു, ഞാൻ ഇത്ര അശക്തനായിപ്പോയോ, അന്നകൂന മിസ്ല ഹാദൽ ഖുറാബ്, ഈ കാക്കപ്പക്ഷിയെ പോലെ. എനിക്കിത് മുമ്പേ അറിഞ്ഞില്ലല്ലോ, എന്റെ സഹോദരന്റെ ജഡത്തെ മറമാടാൻ എനിക്ക് സാധിക്കാതെ പോയല്ലോ, ഞാൻ ഇത്രമാത്രം അശക്തനായോ. ആ സമയത്താണ് ഫഅസ്ബഹ മിനൻ നാദിമീൻ, അയാൾ വലിയ ഖേദത്തിൽ അകപ്പെടുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ പറയും. ഞാൻ ഈ സംഭവം സൂചിപ്പിച്ചത് ആ ബലികർമ്മത്തെ സംബന്ധിച്ചോ അതിന്റെ ചരിത്ര പശ്ചാത്തലത്തെ സംബന്ധിച്ചോ നിങ്ങൾ കേൾപ്പിക്കാനല്ല, അത് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് ആദ്യമായി മനുഷ്യനെ മരിച്ചു കഴിഞ്ഞാൽ അവന്റെ ജഡം മണ്ണിലടക്കം ചെയ്യണം എന്നുള്ള ഈ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നത് ഒരു കാക്കപ്പക്ഷിയെ നിയോഗിച്ച് ആ കാക്കത്തിങ്ങനെ മനസ്സിൽ തോന്നിപ്പിച്ച് ആ കർമ്മം ചെയ്തുകൊണ്ടായിരുന്നു എന്ന് പരിശുദ്ധ ഖുർആനിന്റെ ഈ ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. ഇതാണ്. അപ്പൊ ഇങ്ങനെ ജഡം മണ്ണിൽ കുഴിച്ചു മൂടുക എന്നുള്ള സമ്പ്രദായമാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതും ഇസ്ലാം അനുവദിച്ചിട്ടുള്ളതും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി മക്ബറ, ശ്മശാനമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകമായിട്ട് മയ്യത്ത് മറമാടാൻ സ്ഥലം കണ്ടുവെക്കുന്നതാണ് സൗകര്യം. മുസ്ലിമീങ്ങൾക്കും അമുസ്ലിമീങ്ങൾക്കും പ്രത്യേകം ശ്മശാനങ്ങളായിരിക്കണം. മുസ്ലിമീങ്ങളെ മറമാടുന്നിടത്തും അമുസ്ലിമിനെ മറമാടാൻ പാടില്ല, അമുസ്ലിങ്ങളെ മറമാടുന്നിടത്ത് മുസ്ലിമിനെയും കൊണ്ടുപോയിട്ട് മറമാടരുത്. എല്ലാവർക്കും പ്രത്യേകം ശ്മശാനങ്ങൾ ഉണ്ടായിരിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ സ്വഹാബകൾ മരണപ്പെടുമ്പോൾ അവരെ മറമാടിയിരുന്നത് ബഖീഉൽ ഗർഖദ് എന്ന പേരിലുള്ള ശ്മശാനത്തിലായിരുന്നു. ഇന്നും മക്കയിലും മദീനയിലും പോകുന്ന ആളുകൾക്ക് മസ്ജിദുൻ നബവിയുടെ ഏതാണ്ട് കുറച്ചപ്പുറത്തായി ബഖീ എന്ന പേരിൽ അറിയപ്പെടുന്ന പൊതു ശ്മശാനം കമ്പിവേലികൾ കൊണ്ട് വളച്ചു കെട്ടിയതായിട്ട് കാണാൻ സാധിക്കും. 10,000-കണക്കിന് സ്വഹാബി പുരുഷന്മാരും സ്വഹാബ വനിതകളും അവിടെ മറവിട്ടിട്ടുണ്ട് എന്ന് ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അതായിരുന്നു മദീനയിലെ അറിയപ്പെട്ടിരുന്ന പ്രശസ്തമായ മക്ബറ. അതായിരുന്നു പള്ളിയോടനുബന്ധിച്ച് ശ്മശാനം ഉണ്ടാക്കുന്ന ഏർപ്പാടാണ് നമ്മുടെ നാട്ടിലൊക്കെയുള്ളത്. പള്ളിക്കാട് എന്നാ ആദ്യം തന്നെ പറയാം. പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി, മയ്യത്തെ എങ്ങോട്ടേ കൊണ്ടുപോയി, പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുപോയി എന്നാ പറയാം. ആ സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പിൽക്കാലത്തുണ്ടായതാണ്. പള്ളിയുമായി ബന്ധപ്പെടുത്തി ഖബറുകൾ ഉണ്ടാക്കുക എന്നുള്ള ഏർപ്പാട് ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, ഒരു വേള അതിന് വിലക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എന്താണ്? മക്ബറയോടനുബന്ധിച്ചുള്ള പള്ളികളിൽ കയറി നമസ്കരിക്കുന്നത് ഹറാമാണെന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാർ വരെയുണ്ട്. ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാരും പറയുന്നത് മക്ബറയുള്ള പള്ളികളിൽ കയറി നമസ്കരിക്കുന്നത് നല്ലതല്ല എന്നാണ്. പിന്നെ എങ്ങനെ ഇത് കടന്നുകൂടി? നമ്മുടെ നാട്ടിലുള്ള ചില ആൾക്കാരുടെ അന്ധവിശ്വാസമാണ് കാരണം. എന്താ? പള്ളിയോടടുത്ത് മറമാടിയാൽ പിന്നെ ഇയാൾ സാധാരണയായിട്ട് വലിയ കർമ്മമൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഖബറിലാണ് രക്ഷപ്പെടുന്ന വിചാരം. അതേപോലെ തന്നെ ലായജാലും മയ്യത്ത് യസ്മഉൽ അദാൻ, മയ്യത്ത് ബാങ്കുവിളി ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കും. അപ്പൊ ഖബറിൽ ഇങ്ങനെ ബാങ്കുവിളി നല്ലോണം കേട്ടോട്ടെ എന്നുള്ള നിലക്ക് പള്ളിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് മറമാടുന്ന സമ്പ്രദായമാണ് നമ്മുടെ നാട്ടിലുണ്ടായത്. ആ ഹദീസ് സ്വഹീഹായ ഹദീസ് അല്ല, അതാരോ നിർമ്മിച്ചുണ്ടാക്കിയ തലയും വാലുമില്ലാത്ത ഹദീസുകളാണ്. മാത്രമല്ല, നമ്മുടെ നാട്ടിലെ ഈ സമ്പ്രദായത്തിന്റെ പേരിൽ പല ആൾക്കാരും മുസ്ലിമീങ്ങളും ഭീരുക്കളായ പല മുസ്ലിമീങ്ങളും പേടിത്തൊണ്ടന്മാരായ മുസ്ലിമീങ്ങൾ പള്ളികളുമായി അടുക്കാൻ തന്നെ ഭയന്നു. കാരണം എന്താ?
പള്ളിക്കൽക്ക് നിസ്കരിക്കാൻ പോകാൻ സുബൈക്കും ഇശാക്കും മഗ്രിബിനും ഒക്കെ ഒറ്റക്ക് പള്ളിയിലേക്ക് നിസ്കരിക്കാൻ പോകാൻ പുരുഷന്മാർക്ക് വരെ പേടി. എന്താ കാരണം? പള്ളിപ്പറമ്പിലാണ്, അവിടെ ജിന്നുണ്ടാകും, അവിടെ പ്രേതമുണ്ടാകും, അവിടെ റൂഹാനി ഉണ്ടാകും. അതുകൊണ്ട് പള്ളിയുമായി ബന്ധപ്പെട്ട് പള്ളിയിൽക്കടുത്ത പള്ളിപ്പറമ്പുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഉമ്മാമക്കഥകളും മുത്തശ്ശിക്കഥകളും ഒക്കെ മെനഞ്ഞുണ്ടാക്കിയതിന്റെ പേരിൽ ബഹുഭൂരിപക്ഷം ആളുകളും പള്ളിയുമായി അടുക്കാൻ പോലും ഭയപ്പെടാൻ കാരണമായി എന്ത്? പള്ളികളുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഈ ശ്മശാനങ്ങൾ നിർമ്മിക്കൽ. അതുകൊണ്ട് അത്തരത്തിലുള്ള സ്ഥലങ്ങളല്ല നല്ലത്. പള്ളിയുമായി ബന്ധപ്പെടാതെ പൊതുവായിട്ട് ഒഴിഞ്ഞ ഒരു സമുദായത്തിന്റെ ആൾക്കാർക്കും മറ്റു ജനങ്ങൾക്കൊന്നും വിഷമവും പ്രയാസവും ഉണ്ടാകാത്ത രൂപത്തിലുള്ള ഒരു ഒഴിഞ്ഞ സ്ഥലം കണ്ടെടുക്കുന്നതാണ് നല്ലത്. അത് തന്നെ മുസ്ലിമീങ്ങളെ മറമാടേണ്ടത് ഇങ്ങനെയുള്ള പൊതു ശ്മശാനത്തിലായിരിക്കണം. ഓരോരുത്തരും സ്വകാര്യ സ്ഥലത്ത് ഇങ്ങനെ മറമാടുന്നതല്ല നല്ലത്. എന്താ കാരണം? ഒരാൾ മുസ്ലിമീങ്ങളെ മറമാടിയിട്ടുള്ള ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ ദുആ ചെയ്യും, അസ്സലാമു അലൈക്കും അഹ്ലൽ ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീൻ വഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ നസ്അലുല്ലാഹ ലനാ വലക്കും അൽ ആഫിയ അൻതും സലഫുനാ വനഹ്നു ബിൽ അസർ. മുസ്ലിമീങ്ങളും മുഅ്മിനീങ്ങളുമായ വീട്ടുകാരെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും ഉണ്ടായിരിക്കട്ടെ, അല്ലാഹു നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരട്ടെ എന്നിങ്ങനെ ശ്മശാനത്തിലേക്ക് പ്രവേശിക്കുന്ന ആൾക്കാർ പ്രാർത്ഥിക്കൽ സുന്നത്തുണ്ട്. ആ പ്രാർത്ഥനയ്ക്ക് നമ്മളും ആ പ്രാർത്ഥനയിൽ പെടണമെങ്കിൽ മുസ്ലിമീങ്ങളെ അടക്കം ചെയ്തിട്ടുള്ള പൊതു ശ്മശാനത്തിലായിരിക്കണം നമ്മുടെയും ഖബർ. അതുകൊണ്ടാണ് പൊതു ശ്മശാനത്തിൽ മറമാടുന്ന സമ്പ്രദായമാണ് റസൂലുള്ളാഹിയുടെ കാലത്തുണ്ടായിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ സ്വഹാബത്തിനെയെല്ലാം ബഖീ എന്ന ശ്മശാനത്തിൽ, പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയിട്ടാണ് റസൂലുള്ളാഹി മറമാടിയത്. എന്നാൽ പിന്നെ നബിനെ സ്വന്തം വീട്ടിലാണല്ലോ മറമാടിയത് എന്ന് നമുക്ക് സംശയം ഉണ്ടാവും. അതിന് പ്രത്യേകമായ കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താമസിച്ചിരുന്നത് ആയിഷ ബീവിയുടെ ആ വീട്ടിൽ. അവിടെയാണ് റസൂലുള്ളാഹി മരിച്ചത്. അമ്പിയാക്കന്മാർ അവർ മരിച്ചു വീഴുന്ന സ്ഥലത്ത് തന്നെ അവരെ ഖബറടക്കം ചെയ്യുന്നു എന്നുള്ളതാണ് ചരിത്രത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. ഇതേപോലെ തന്നെ ശുഹദാക്കൾ അവർ മരിച്ചു വീണ ആ സ്ഥലത്ത് തന്നെ ആയിരിക്കും അവരുടെ ഖബറുകൾ. ഉഹദിൽ മരണപ്പെട്ട ശുഹദാക്കളെ സ്വഹാബാക്കിറാം അവിടെ നിന്ന് നീക്കം ചെയ്ത് മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വിചാരിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ മരിച്ചു വീണ ആ സ്ഥലത്ത് തന്നെ അവരെ അടക്കം ചെയ്യുവാനാണ് നിർദ്ദേശിച്ചത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മദീനയിൽ പോയിട്ടുള്ള ആളുകൾക്ക് കാണാം, ഉഹദ് മലയോട് തൊട്ടുള്ള ഉഹദ് ശുഹദാക്കൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മഖബറയിൽ ഒരു മുറ്റത്തായി 2 ഖബർ മാത്രം കാണാൻ സാധിക്കും. ഒന്ന് മിസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു തആല അൻഹുവിന്റേതും മറ്റൊന്ന് ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെയും ഉഹദിൽ ശുഹദായ പ്രമുഖരായ ആളുകൾ. അവരല്ലാത്ത മറ്റുള്ളവരൊക്കെ അവർ മരിച്ചു വീണ സ്ഥലങ്ങളിലായി മറമാടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതല്ലാത്ത മറ്റു കാരണങ്ങളൊന്നുമില്ലെങ്കിൽ മുസ്ലിമീങ്ങളുടെ പൊതു ശ്മശാനങ്ങളിൽ തന്നെ മറമാടുന്നതാണ് ഏറ്റവും നല്ലത്. അതിനാണ് ഇസ്ലാമികമായി പ്രവാചകൻ പ്രോത്സാഹനം നൽകിയിട്ടുള്ളത്. ഇന്ന് ചില ആളുകൾ അവരുടെ കുടുംബങ്ങൾ, ചില ആളുകൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ചില തങ്ങന്മാരും ബീവിമാരുമെന്നും ഔലിയാക്കന്മാരുമൊക്കെ ചമഞ്ഞുകൊണ്ട് നടക്കുന്ന ചില ആളുകൾ, അവരിൽപ്പെട്ട പ്രമുഖന്മാർ മരിച്ചു കഴിഞ്ഞാൽ സ്വന്തം വീട്ടിൽ തന്നെ മറമാടുന്ന സമ്പ്രദായമാണ് കാണാൻ സാധിക്കുന്നത്. അതെന്തിനു വേണ്ടിയാണെന്നോ, ആ ഖബർ മുഖേന ചൂഷണം നടത്താൻ വേണ്ടിയാണ്. പൊതുസ്ഥലത്തായാൽ ഖബർ കെട്ടിപ്പടുക്കാൻ പാടില്ല. അതുകൊണ്ട് സ്വന്തം സ്ഥലത്തായാൽ ഖബർ ഉഷാറായിട്ട് കെട്ടിപ്പടുത്ത് ദർഗയുണ്ടാക്കാം, എന്നിട്ട് അവിടെ ഒരു വരുമാനമുണ്ടാക്കാം. കൊടികുത്തും ചന്ദനക്കുടവും ഉറൂസും നേർച്ചയുമൊക്കെ ഉണ്ടാക്കി തങ്ങളുടേതായ കുടുംബത്തിന് വരുമാനമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ പേരിലാണ് ഔലിയാക്കന്മാരെന്ന് പറയപ്പെടുന്ന ചില ആളുകൾ മരണപ്പെട്ടാൽ അവരെ പൊതുവായ ശ്മശാനങ്ങളിലല്ലാതെ വേറെ ഏതെങ്കിലും പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മറമാടുന്നത്. നമ്മുടെ നാട്ടിൽ അങ്ങനെ പല ദർഗകളുണ്ട്. നാട്ടിൽ നടക്കുന്ന എല്ലാ ഉറൂസുകളും പൊതുശ്മശാനത്തിലല്ല മറമാടപ്പെട്ടിട്ടുള്ളത് മിക്കതും. പത്രത്തിൽ കാണാം വേങ്ങര കോയപ്പാപ്പ എന്ന് പറയുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു. അദ്ദേഹം നിസ്കരിക്കാറും നോമ്പ് നോൽക്കാറൊന്നും ഉണ്ടായിരുന്നില്ല, സാധു മനുഷ്യനായിരുന്നു. കുളിക്കാറ് പോലും ഉണ്ടായിരുന്നില്ല, കാരണം ഭ്രാന്തനായിരുന്നു. ഭ്രാന്തനായ ആ മനുഷ്യൻ മരിച്ചപ്പോൾ പള്ളിക്കാട്ടിൽ നിന്നും കൊണ്ടുപോയിട്ട് മറമാടാതെ അവരവിടെ തന്നെ ഒരു പ്രത്യേക സ്ഥലത്ത് തയ്യാറാക്കി ഖബറുണ്ടാക്കി. എന്നിട്ട് ഔലിയാക്കന്മാരിൽ ഏറ്റവും നേതാവ് എന്ന് പറഞ്ഞിട്ട് അവിടെ ദർഗയുണ്ടാക്കി. ഇപ്പൊ അവിടെ നല്ല വരുമാനമാണ്. അപ്പൊ ഇന്നലത്തെ പത്രത്തിലും കൂടെ വായിച്ചു, വേങ്ങര കോയപ്പാപ്പയുടെ 11ാമത്തെ ഉറൂസ് ആണ്ട് നേർച്ച. എല്ലാവരും നേരിട്ട് നേർച്ചയും പണവും ഒക്കെ ദർഗയിൽ തന്നെ നേരിട്ട് ഏൽപ്പിക്കുക, പിരിവിനൊന്നും ആരും ഏൽപ്പിച്ചിട്ടില്ല എന്നൊക്കെ പത്രത്തിൽ കാണാൻ സാധിക്കുന്നു. ഇത്തരത്തിൽ ഖബറുകൾ മുഖേന ഖബറ് കെട്ടിപ്പടുത്ത് അവിടെ ദർഗയുണ്ടാക്കി അവിടെ ഉറൂസും ചന്ദനക്കുടവും നടത്തി സ്വന്തം പോക്കറ്റിലേക്ക് പണമുണ്ടാക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പൊതു ശ്മശാനത്തിൽ കൊണ്ടുപോയി മറമാടാതെ പ്രൈവറ്റ് സ്ഥലങ്ങളിൽ മറമാടുന്ന സമ്പ്രദായം നമ്മുടെ നാട്ടിൽ പ്രചരിച്ചത്. ഇസ്ലാമിന്റെ പ്രവാചകൻ നൽകിയ പ്രോത്സാഹനങ്ങളുടെ അടിസ്ഥാനത്തിൽ അത് നേരെ എതിരാണ് എന്നാണ് എനിക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്താനുള്ളത്. അപ്പൊ പൊതു ശ്മശാനങ്ങളിൽ മറമാടലാണ്
ഇസ്ലാമികമായി പ്രവാചകൻ നടത്തിയിട്ടുള്ള മാർഗം. ഇനി ഏതൊരു മനുഷ്യന്റെ ജഡം കണ്ടാലും അത് മറമാടൽ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. ഒരു കാഫിറിന്റെ മയ്യത്താണ് കാണുന്നതെങ്കിലും ശരി, അവിടെ അത് മറമാടാൻ വേറെ ആരുമില്ലെങ്കിൽ മുസ്ലിമിന്റെ ബാധ്യതയാണ് ഒരു കാഫിറിന്റെ മയ്യത്തായിരുന്നാൽ പോലും അത് മറമാടണം. യഅ്ല ബിൻ മർറ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, സാഫർതു മഅൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഗൈറ മർറ ഫമാ റഅയ്തുഹു മർറ ബിജീഫത്തി ഇൻസാനിൻ അമറ ബിമുവാറാത്തിഹി ലാ യസ്അലു അം മുസ്ലിം ഔ കാഫിർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോടൊപ്പം ഞാൻ ഒന്നിലധികം പ്രാവശ്യം യാത്ര ചെയ്തിട്ടുണ്ട് എന്നൊരു സ്വഹാബി പറയുന്നു. റസൂലുള്ള ഒരു മനുഷ്യന്റെ ജഡം കണ്ടാൽ ഉടനെ എന്തു ചെയ്യും? ഇല്ലാ അമറ ബിമുവാറാത്തിഹി, നബി അത് കണ്ടാൽ അതിനെ മറമാടാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു. ലാ യസ്അലു, നബി ചോദിക്കാറില്ല ഇത് മുസ്ലിമാണോ കാഫിറാണോ എന്നും ചോദിക്കാറില്ല. ഏത് ഒരു മനുഷ്യന്റെ മാനുഷിക പരിഗണന വെച്ചുകൊണ്ട് ഒരു സ്ഥലത്തൊരു മൃതശരീരം അനാഥമായി കിടക്കുന്നുണ്ടെങ്കിൽ അതെടുത്ത് മറമാടൽ മുസ്ലിമീങ്ങളുടെ ബാധ്യതയാണ്. മുസ്ലിമാണെങ്കിൽ പിന്നെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് ഇസ്ലാമിന്റെ എല്ലാ ആചാരത്തോടുകൂടെയും ആവണം. കാഫിറാണെങ്കിൽ പിന്നെ അത്തരം കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതില്ല, കുളിപ്പിക്കാം എന്നിട്ട് കൊണ്ടുപോയി മറമാടാം. ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി ബിൻ അബീ താലിബിനോട്, അബൂ താലിബ് വഫാത്തായ ഇവർ നബിനോട് അലി എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പറഞ്ഞു, നീ പോയിട്ട് മറമാടിക്കോ. അബൂ താലിബ് മുസ്ലിമായിരുന്നില്ല നമുക്കറിയാം. ആ അബൂ താലിബ് മരണപ്പെട്ടപ്പോ അദ്ദേഹത്തെ മറവ് ചെയ്യാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു തആല അൻഹുവിനോട് നിർദ്ദേശിക്കുകയുണ്ടായി എന്ന് ഹദീസിൽ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഖബറിനെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കെല്ലാവർക്കും പോയി കിടക്കാനുള്ള സ്ഥലമാണ് ഈ ഖബർ എന്ന് പറയുന്നത്. ഏതൊരു മനുഷ്യനായിരുന്നാലും ഖബറിനെ പറ്റി കേൾക്കുമ്പോൾ തന്നെ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ബോധരഹിതനായി വീഴാറുണ്ടായിരുന്നുവെന്ന്. ഖബറിൽ നിന്ന് കേൾക്കുമ്പോഴേക്ക് തന്നെ പൊട്ടിക്കരയുന്നവരായിരുന്നു നമ്മുടെ മുൻഗാമികൾ. പക്ഷേ നമുക്കിരുന്നതൊരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. പല കാരണങ്ങളുണ്ട് അതിന്. പലരും ഇന്ന് ഖബർ എന്താണെന്ന് കണ്ടിട്ടില്ല. ഖബറുകൾ കാണാത്തവരാണ് പല ആൾക്കാരും. അതുകൊണ്ടാണ് ഖബർ കാണുന്നത് നല്ലതാണ്, മറമാടപ്പെട്ട ഖബറായിരുന്നാലും ശരിയെന്ന് ഇസ്ലാമിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിരുന്നത്. മരണത്തെപ്പറ്റിയുള്ള ചിന്തയുണ്ടാകാൻ മയ്യത്തിന്റെ പിന്നാലെ പോവുകയും മയ്യത്ത് മറമാടുന്നത് കാണുകയും അതുവരെ അവിടെ കൂടി നിൽക്കുകയും ചെയ്യുന്നത് പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. എങ്ങനെയാണ് കുഴിയുടെ സ്വഭാവം, മറമാടുന്ന കുഴിയുടെ സ്വഭാവം, എത്ര അളവാണ് അതിന്റെ ആഴം, എത്ര അളവുണ്ടായിരിക്കണം വീതി എന്നൊന്നും കൃത്യമായി ഹദീസുകളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. മൃതശരീരത്തിന്റെ അഥവാ മയ്യത്തിന്റെ ആളുടെ നീളവും പൊക്കവും വലിപ്പമൊക്കെ അനുസരിച്ച് ഉള്ള വീതിയും നീളമൊക്കെ ഉള്ള പിന്നെ ഖബറുകളാണ് എടുക്കേണ്ടത്. പിന്നെ നല്ല ആഴത്തിലായിരിക്കണം കുഴിക്കുന്നത്, വീതി ഉണ്ടായിരിക്കണം. അതിനൊന്ന് കാരണം ദുർഗന്ധം പുറത്തു വരരുത്. കുറച്ചു കാലം കഴിഞ്ഞാൽ നമ്മുടെ ഈ നല്ല ശരീരം ഇതൊരു 2-3 ദിവസം കഴിഞ്ഞാൽ പുഴുക്കൾ അരിച്ച് ആകെ വൃത്തികേടായി നാറ്റം സഹിക്കാൻ കഴിയില്ല. ആ രൂപത്തിലുള്ള ദുർഗന്ധമൊന്നും പുറത്തു വരാത്ത രൂപത്തിലുള്ള ആഴമുള്ള കുഴിയായിരിക്കണം. വേറൊന്ന്, ഇത്തരത്തിലുള്ള നാറ്റം പുറത്തു വന്നു കഴിഞ്ഞാൽ വന്യമൃഗങ്ങളൊക്കെ വന്നിട്ട് ഈ ശവശരീരം മാന്തി പുറത്തെടുക്കും. പിന്നെ ഖബറിന്റെ പുറത്ത് കയ്യും കാലും ഒക്കെ കണ്ടു എന്ന് പറയുന്നക്കാറുണ്ട് നമ്മൾ ചില പള്ളിപ്പറമ്പുകളിൽ. ആ അവസ്ഥ വരും. അതുകൊണ്ട് അത്തരത്തിൽ മൃഗങ്ങൾക്കൊന്നും മാന്താൻ കിട്ടാത്ത രൂപത്തിൽ ആഴമുള്ള കുഴിയിലായിരിക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കുഴിക്കുന്ന ആൾക്കാരോട് ഖബറിന്റെ അടുത്ത് നിന്നുകൊണ്ട് നൽകിയ നിർദ്ദേശങ്ങളുടെ കൂട്ടത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. റസൂലുള്ളാഹി അവരോട് പറഞ്ഞു, യഹ്തിറു വഅൗസിഉ വഅഅ്മിഖു വഅഹ്സിനു, നിങ്ങൾ നല്ല രൂപത്തിൽ കുഴിക്കണം, നല്ല ആഴമുണ്ടാകട്ടെ, വിശാലമാക്കുക എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബർ കുഴിക്കുന്ന സ്വഹാബത്തിനോട് നിർദ്ദേശിച്ചു എന്ന് കാണാൻ സാധിക്കും. അപ്പൊ ആവശ്യത്തിനുള്ള വീതിയും നീളവും ആഴവും ഒക്കെ ഉണ്ടായിരിക്കണം എന്നർത്ഥം. ഇനി മയ്യത്തിനെ ഖബറിൽ താഴ്ത്താൻ ഉത്തരവാദപ്പെട്ട ആൾക്കാരാരാണ്? ഇന്ന് സാധാരണയായിട്ട് അധികം ആൾക്കാരും എന്താണ് ചെയ്യാറുള്ളത്? മയ്യത്ത് മറമാടുന്ന കുഴിക്കുന്ന ആൾക്കാർക്കാണ്ട് ഏൽപ്പിച്ചു കൊടുക്കും. ഒരു പട്ടയെ ആ ആൾക്കാർ നിസ്കരിക്കുന്ന ആൾക്കാർ പോലും ആവില്ല. കഞ്ചാവ് അടിച്ചുകൊണ്ട് നടക്കുകയും എല്ലാ രൂപത്തിലുള്ള തോന്നിയാസവും ചെയ്തുകൊണ്ട് നടക്കുന്ന ആളുകൾ ദീനുമായിട്ടൊരു ബന്ധമില്ലാത്ത ആൾക്കാരാണെന്ന് പല സ്ഥലങ്ങളിലും മയ്യത്ത് മറമാടുന്ന ആൾക്കാർ. എന്നാൽ ഏതൊരു കാര്യത്തിലും എന്ന പോലെ ഒരാൾ മരിച്ചാൽ അയാളുടെ ഏറ്റവും അടുത്ത കുടുംബങ്ങളാണ് മയ്യത്ത് ഖബറിൽ താഴ്ത്തി വെക്കാനും ഏറ്റവും അർഹതപ്പെട്ടവർ. ബാപ്പ മരിച്ചാൽ മക്കൾ മരിച്ചാൽ ബാപ്പമാര്, അതല്ലെങ്കിൽ ഒരാളുടെ സഹോദരൻ, അതല്ലെങ്കിൽ ഉമ്മയും ബാപ്പയും ഒത്ത സഹോദരൻ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലക്കുള്ള സഹോദരൻ. ഇങ്ങനെ താനുമായിട്ട് ഏറ്റവും കൂടുതൽ ബന്ധപ്പെട്ട ആൾക്കാരാരാണോ അവരായിരിക്കണം മയ്യത്തിനെ ഖബറിൽ താഴ്ത്തുന്നത്. എന്നാലേ അതിന് ആ മയ്യത്തിനെ എടുക്കുമ്പോഴും പിടിക്കുമ്പോഴൊക്കെ ഒരു ആദരവും ബഹുമാനമൊക്കെ ഉണ്ടാവുകയുള്ളൂ. അല്ലാത്തവനെന്താ, ആരുടെയെങ്കിലും മയ്യത്താ കൊണ്ടുപോയിട്ട് അങ്ങോട്ട് പതയെ അങ്ങോട്ട് ഖബറിൽ കണ്ടിടും. അങ്ങനെയൊക്കെ കാണാറുണ്ട് പലപ്പോഴും. അതുകൊണ്ട് അത്തരത്തിൽ ദീനീ ബന്ധമില്ലാത്ത ആൾക്കാരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിന് പകരം സ്വന്തം കുടുംബത്തിൽപ്പെട്ട ആൾക്കാർ അവർ കഴിയുമെങ്കിൽ അതാണ് അവർ ചെയ്യേണ്ടത്.
പിന്നെ മയ്യത്തിനെ ഇറക്കേണ്ട ഏത് ഭാഗത്തുകൂടെയാണ്? ആദ്യമായിട്ട് ഖബറിൽ വെക്കേണ്ടത് മയ്യത്തിന്റെ 2 കാലുകളാണ് എന്നാണ് ഹദീസിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. 2 കാലുകളാണ് ആദ്യം ഖബറിൽ മുട്ടേണ്ടത്. അതിന്റെ ശേഷം ഖബറിൽ വെക്കേണ്ടത് അവസാനം. അപ്പൊ കാലിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ വെച്ചിട്ട് അവസാനം ഖബറിൽ കത്തേണ്ടത് തലയാണ് എന്നർത്ഥം. അങ്ങനെയാണ് സഹാബാക്കളൊക്കെ ചെയ്തിട്ടുള്ളത്. വഖാല ഹാദാ മിന സുന്നത്തി, ഇതാണ് സുന്നത്ത്, ഇതാണ് നബിചര്യ എന്ന് സ്വഹാബത്ത് പറഞ്ഞതായും ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ ഖബറിൽ മയ്യത്തിനെ ഖിബിലക്കഭിമുഖമായിട്ട് തിരിച്ചു കിടത്തുകയാണ് വേണ്ടത്. മുഖം ഖിബിലയുടെ നേർക്കായിരിക്കണം. എന്നിട്ട് തല മണ്ണിലാക്കി വെക്കുക. ഇതാണ് മയ്യത്തിനെ ഖിബിലയുടെ ഭാഗത്തേക്കാക്കിയിട്ടാണ് മറമാടേണ്ടത്. ലോകത്ത് മുസ്ലിമീങ്ങളുടെ എല്ലാ ഖബറുകളും എക്കാലത്തും ഇക്കാലത്തും ഇനി എല്ലാ കാലത്തും ഇങ്ങനെ ആയിരിക്കണം, അതായിരിക്കണമെന്നുള്ളത് ഇസ്ലാമിന്റെ നിയമമാണ്. ഇങ്ങനെ ഖബറിലേക്ക് വെക്കുന്ന അവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ വദഅതും മൗതാകും ഫിൽ ഖുബൂരി ഫഖൂലു ബിസ്മില്ലാഹി വഅലാ സുന്നത്തി റസൂലില്ലാഹ് ഔ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹ്. ഖബറിലേക്ക് ഇങ്ങനെ വെക്കുന്ന അവസരത്തിൽ അത് വെക്കുന്ന ആൾക്കാർ ചൊല്ലേണ്ടുന്ന സുന്നത്തായ ഒരു പ്രാർത്ഥനയാണ്. റസൂൽ പറയണം, നിങ്ങളുടെ മൃതശരീരങ്ങളെ മയ്യത്തുകളെ ഖബറിടത്തിൽ വെക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പറയുക, ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ, വഅലാ മില്ലത്തി റസൂലില്ലാ, അല്ലെങ്കിൽ വഅലാ സുന്നത്തി റസൂലില്ലാ, അള്ളാഹുവിന്റെ പ്രവാചകന്റെ ചര്യയനുസരിച്ച് ഞങ്ങൾ ഈ കർമ്മം ചെയ്യുന്നു എന്ന ആ പ്രാർത്ഥനയോടുകൂടെയായിരിക്കണം ഖബറിൽ വെക്കേണ്ടത്. ഇങ്ങനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ പിന്നെ മറ്റു കാര്യങ്ങളൊന്നും ഖബറിൽ ഉണ്ടാകാൻ പാടില്ല. ചില പ്രദേശത്ത് ചില ആൾക്കാർ മയ്യത്ത് ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും തുണിയും വസ്ത്രമൊക്കെ ഖബറിൽ കൊണ്ടുവെക്കാറുണ്ട്. അയാൾ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളും അയാൾ ഉപയോഗിച്ചിരുന്ന ആഭരണങ്ങളും നടന്നു പോകുമ്പോൾ കുത്തി നടന്നിരുന്ന ഊന്നുവടി അടക്കം ഖബർ കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട്. വേറെ ചില പ്രദേശത്തുള്ള ആൾക്കാർ ഇങ്ങനെ നാണയത്തുട്ടുകൾ കൊണ്ടുപോയിട്ട് വെക്കാറുണ്ട്. അവരുടെ വിശ്വാസം എന്താണ്? മരിച്ചു കഴിഞ്ഞാൽ ഇനി പരലോകത്തേക്ക് എത്താൻ ഒരു നദി പോകണം, ആ നദി നീന്തിക്കിടക്കാൻ വേണ്ടിയുള്ള കടത്തുകൂലിയാണത് എന്നുള്ള വിശ്വാസക്കാരും ഉണ്ടത്രേ സമൂഹത്തിൽ. അങ്ങനെയൊക്കെ പല ആചാരങ്ങളും ചെയ്യുന്ന പല ആൾക്കാരുമുണ്ട്. മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം അവിടെ പിന്നെ വേറെ കർമ്മങ്ങളൊന്നുമില്ല. ഖബറിൽ മറ്റ് സാധനങ്ങളൊന്നും വെക്കരുത്. അവിടെ പ്രത്യേകമായിട്ട് ഖബറിൽ ഇങ്ങനെ പനിനീര് കൊടയുക, അതേപോലെ തന്നെ മണ്ണെടുത്ത് മന്ത്രിച്ചൂതിയിട്ട് അതുകൊണ്ടൊരു തലേണയുണ്ടാക്കിയിട്ട് മയ്യത്തിന് ഖബറിൽ തലേണ വെച്ചു കൊടുക്കുക, ഈ സമ്പ്രദായം ഇസ്ലാമികമല്ല. നമ്മുടെ നാട്ടിലൊക്കെ ചില പ്രദേശങ്ങളിൽ കാണുന്നൊരു സമ്പ്രദായമാണ് മുഖത്തെഴുത്ത് എന്ന് പറയുന്നൊരു ഏർപ്പാട്. അതായത് മുഖത്തെഴുത്ത് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാവില്ല, വിശദീകരിച്ചു തരാം. മയ്യത്ത് പള്ളിയിൽ എത്തിക്കഴിഞ്ഞാൽ ഒരു മുസ്ലിയാരി ഈ മയ്യത്തിന്റെ കഫംപുടവയിൽ നിന്ന് ഒരു ചതുരത്തിലൊരു തുണിക്കഷ്ണം കീറിയെടുത്തിട്ട് അതിന്മേൽ ചില പദ്യങ്ങൾ എഴുതി വെക്കും. ചില കാര്യങ്ങളൊക്കെ അതിന്മേൽ എഴുതി വെച്ചിട്ട് ആ തുണിക്കഷ്ണം ഖബറിൽ ഈ മയ്യത്തിനോടൊപ്പം ഒരു കൊള്ളിക്കഷ്ണം കൊണ്ട് ഖബറിന്റെ ഭാഗത്ത് ഇങ്ങനെ കുത്തി മുഖത്തിന്റെ ഭാഗത്തൊക്കെ അതിങ്ങനെ കുത്തി തൂക്കിയിട്ട് ഇങ്ങനെ രാജാരം നമ്മുടെ നാട്ടിലൊക്കെ ഇന്നും ആൾക്കാർ ചെയ്യുന്നുണ്ട്. ഞാൻ ജീവിക്കുന്ന മഹല്ലത്തിലും നാട്ടിന്റെ പല ഭാഗങ്ങളിലും ഇന്നും അത് സുലഭമായി തന്നെ പ്രചാരത്തിലുണ്ട്. അന്ധവിശ്വാസമാണത്. വേറെ ചില ആൾക്കാർ എന്ത് ചെയ്യുന്നു, ഒരു കുപ്പിക്കകത്താക്കിയിട്ട് ഇയാളുടെ ത്വരീഖത്ത്, ഇയാൾ ഏത് ശേഖിന്റെ ആളാണ്, അയാളുടെ വാപ്പാര് എന്നൊക്കെ ഇങ്ങനെ സിൽസില വെക്കുക എന്ന് അതിന് പറയാം. സിൽസില എഴുതി വെച്ച് കരിക്കട്ട കൊണ്ട് കാർക്കുണ്ടാക്കിയിട്ട് ഖബറിൽ വെക്കുന്നൊരു സമ്പ്രദായം. അതായത് മുൻകർ നക്കീർ വന്ന് നോക്കിയിട്ട് ചോദ്യം ചോദിക്കാൻ വരുമ്പോൾ ആദ്യമായിട്ട് ഈ കോർക്ക് ഇങ്ങോട്ട് തുറന്നിട്ട് ഇതാണ് എടുത്ത് നോക്കുക എന്നാണ്. എന്നിട്ട് ഇയാൾ ഏത് ശൈഖിന്റെ മുരീദാണ്, ഏത് തരീഖത്തിന്റെ ആളാണ്, മൊയ്തി ശൈഖിന്റെ ആളാണോ, റിഫായി ശൈഖിന്റെ ആളാണോ, ഖാദിരിയ തരീഖത്താണോ, നക്ശബന്ദിയ തരീഖത്താണോ, വേറെ കൊണ്ടോട്ടി തരീഖത്താണോ, ഏത് തരീഖത്താണോ ഇത് ഇതുമെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചാണ് ചോദ്യം എന്നാണ്. ഇതൊക്കെ അന്ധവിശ്വാസങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഖബറിൽ ഇങ്ങനെ എഴുതി വെക്കുന്ന സമ്പ്രദായമോ സിൽസില വെക്കുന്ന സമ്പ്രദായമോ ഇല്ലാത്തതുകൊണ്ട് ഇത് അനാചാരമാണ്. ഈ സമൂഹത്തിൽ നിന്ന് എടുത്തു പോകേണ്ടതും വർദ്ധിക്കപ്പെടേണ്ടതുമായ സമ്പ്രദായങ്ങളാണ്. അതാണ് ഖബറിൽ വെക്കുന്നതിനെ സംബന്ധിച്ച് നമുക്ക് പറയാൻ. ഇനി വേറെ ചില മസലകൾ, ഒന്നിലധികം മയ്യത്ത് ഒരേ ഖബറിൽ തന്നെ മറമാടാൻ പാടുണ്ടോ ഇല്ലേ എന്നുള്ളതാണ്. ഇതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് ഇസ്ലാമിന്റെ നിയമങ്ങൾ. ഇപ്പൊ മൃതശരീരം കുറെ എണ്ണുണ്ട്, കുറെ മയ്യത്തുകളുടെ ഒരു അപകടം സംഭവിച്ചു, ആയിരക്കണക്കിന് ആൾക്കാർ മരണപ്പെട്ടു. ഈ ആയിരക്കണക്കിന് ആൾക്കാർക്കും കൂടെ 1000 കുഴി കുത്തുക എന്നുള്ളത് പ്രായോഗികമല്ല. അതല്ലെങ്കിൽ കുഴി കുത്താനുള്ള സൗകര്യക്കുറവ്, മൃതദേഹം കൂടുതലുണ്ട് താനും. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യാം? ഒരൊറ്റ ഖബറിൽ തന്നെ ഒന്നിലധികം മയ്യത്തുകൾ മറമാടാം. ജാബിർ റളിയല്ലാഹു തആല അൻഹു പറയുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളെയും 3 ആളെയും ഒക്കെ ഒരേ ഖബറിൽ തന്നെ മറമാടി. ഏതവസരത്തിൽ? ഉഹദിൽ ഷഹീദായ ശുഹദാക്കൾക്ക് 70ഓളം ഷഹീദുകളുണ്ടായി ഉഹദ് യുദ്ധത്തിൽ. സ്വഹാബാക്കൾ പറയുന്നു, ഓരോരുത്തർക്കും ഖബർ കുത്താൻ വിഷമമായി എന്ന് ഞങ്ങൾ റസൂലുള്ളാഹിയോട് അറിയിച്ചു, നബിയെ ഓരോരുത്തർക്കും ഖബർ കുഴിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല, പ്രയാസമാണ്.
അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒന്നിലധികം ആളുകൾ ഒരേ ഖബറിൽ തന്നെ മറമാടാൻ പറഞ്ഞു. അങ്ങനെ മറമാടുമ്പോ ഖുർആൻ ഏറ്റവും കൂടുതൽ അറിയുന്ന ഏറ്റവും പണ്ഡിതന്മാരായ ആൾക്കാരെയാണ് ആദ്യം ഖബറിൽ വെക്കേണ്ടത്. അതിന്റെ മേലെയാണ് തൊട്ടടുത്ത ആൾക്കാർക്കുള്ള സ്ഥാനം എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഇതേപോലെ തന്നെ പ്രസവത്തിൽ ഒരു സ്ത്രീ മരിക്കുകയാണെങ്കിൽ, ഗർഭിണിയായിരിക്കും അവർ മരിച്ചു എന്ന് വിചാരിക്കും. അങ്ങനെ മരിച്ചാൽ, പ്രസവത്തോടുകൂടെ ഒരു സ്ത്രീ മരിക്കുന്നുവെങ്കിൽ ആ കുട്ടിയെയും തള്ളയെയും ഒരൊറ്റ ഖബറിൽ തന്നെ മറമാടാവുന്നതാണ്. പ്രത്യേകം ഖബർ ആവശ്യമില്ല. ഇനി പുരുഷനും സ്ത്രീകളുമാണ് മയ്യത്തെങ്കിൽ ഒരേ ഖബറിൽ തന്നെ പുരുഷനെയും സ്ത്രീയെയും വെക്കാൻ പാടുണ്ടോ? ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഇതിൽ നമുക്ക് മനസ്സിലാക്കാവുന്നത്, ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തന്റെ കിതാബുൽ ഉമ്മ് 1-ാം വാള്യം 245-ാം പേജിൽ ഇങ്ങനെ പറയുന്നു, വയുദ്ഫനു ഫീ മൗദിഇൽ ദറൂറ, അത്യാവശ്യമുള്ള സന്ദർഭങ്ങളിൽ, അതായത് പ്രയാസം കാരണത്താൽ 2ഉം 3ഉം അതിലധികമൊക്കെ മയ്യത്തുകൾ ഒരേ ഖബറിൽ തന്നെ മറമാടാവുന്നതാണ്. അങ്ങനെ വലാ ഉഹിബ്ബു, അദ്ദേഹം പറയും, ഇമാം ഷാഫി പറയുന്നു, വലാ ഉഹിബ്ബു, ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അൻ തുദ്ഫനൽ മർഅതു മഅർ റജുലി, സ്ത്രീ പുരുഷനോടൊപ്പം അലാ ഹാലിൻ, ഒരു നിലക്കും ഒരേ ഖബറിൽ മറമാടപ്പെടരുത്. വൈൻകാനത്ത് ദറൂറ വലാ സബീല ഇലാ ഗൈരിഹ, ഇനി അതല്ലാതെ വേറെ ഒരു മാർഗമില്ലാന്ന് വിചാരിക്കുന്നു. ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയും ഒന്നിച്ചൊരേ ഖബറിൽ തന്നെ വെക്കൽ പറ്റില്ല. ഇനി അങ്ങനെ ഒരു നിർബന്ധ സാഹചര്യം വരികയാണെങ്കിൽ അപ്പൊ എന്ത് ചെയ്യണം? കാന റജുലു അമാമഹ, പുരുഷനെ ആയിരിക്കണം മുന്നിൽ വെക്കേണ്ടത്. ബാക്കിൽ വഹിയ ഖൽഫഹു, സ്ത്രീയുടെ മയ്യത്ത് പിന്നിലുമാക്കിയിട്ടാണ് വെക്കേണ്ടത്. മാത്രമല്ല, വയുജ്അലു ബൈനർ റജുൽ വൽ മർഅ ഫിൽ ഖബരി ഹാജിസുൻ മിൻ തുറാബി, ഈ പുരുഷന്റെയും സ്ത്രീയുടെയും മയ്യത്തുകൾക്കിടയിൽ മണ്ണുകൊണ്ട് ഒരു ചെറിയ തോതിൽ ഒരു മറയുണ്ടാക്കുന്നതും നല്ലതാണ്. അങ്ങനെ ചെയ്യണം എന്നാണ് ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിച്ചിട്ടുള്ളത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ആ വിഷയത്തിൽ ഒന്നിലധികം മയ്യത്തുകൾ ഉണ്ടായാൽ മറമാടുന്നതിന്റെ നിയമങ്ങളെ സംബന്ധിച്ച് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഖബർ മൂടുന്നതിനെ സംബന്ധിച്ചാണ്. ഇങ്ങനെ ഖബറിൽ വെച്ചു കഴിഞ്ഞാൽ അപ്പൊ നമ്മുടെ ആ ശരീരം അത് മണ്ണുമായി ചേർന്നു കഴിഞ്ഞു. അതിന്റെ മേലെ കല്ലുകൊണ്ടോ ഇഷ്ടിക കൊണ്ടോ മരക്കൊള്ളികൾ കൊണ്ടോ മണ്ണ് മയ്യത്തിന്റെ മേലേക്ക് നേരിട്ട് മണ്ണ് മാരി എറിയുന്ന സമ്പ്രദായം ഇസ്ലാമിലില്ല. മയ്യത്തിനോടുള്ള ഒരു ആദരവ് എന്ന നിലയ്ക്ക് നേരിട്ട് മണ്ണ് നേരെ തന്നെ മയ്യത്തിന്റെ മേലേക്ക് ഇങ്ങനെ വീഴ്ത്തുന്ന സമ്പ്രദായമില്ല. അതുകൊണ്ട് വലിയ കുഴിക്ക് താഴെ ഒരു ചെറിയ കുഴി കുഴിച്ച് അതിൽ മയ്യത്ത് വെച്ച് അതിന്റെ മേലെ കല്ലുകൾ കൊണ്ട് ശരിക്ക് കൃത്യമായി അടച്ച് മണ്ണും ഒന്നും അതിലേക്ക് ചാടാത്ത രൂപത്തിൽ മണ്ണുകൊണ്ട് പ്രത്യേകം പശയുണ്ടാക്കി അത് ശരിക്ക് തേമ്പി അടച്ച് വൃത്തിയാക്കി ഭദ്രമാക്കിയിട്ടാണ് ഖബറിൽ മറമാടുന്നത്. അങ്ങനെ കല്ലുകൾ വെച്ച് മണ്ണൊന്നും മേലേക്ക് വീഴാത്ത രൂപത്തിൽ കൃത്യമായി അടച്ചു കഴിഞ്ഞാൽ പിന്നീടാണ് മണ്ണ് അതിന്റെ മേൽ കോരിയിടുന്നത്. ഇങ്ങനെ കോരിയിടുന്ന അവസരത്തിൽ ചുറ്റും കൂടി നിൽക്കുന്ന ആളുകൾ 3 കോരൽ മണ്ണ് ഖബറിലേക്ക് വാരി എറിയുന്നത് സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ കൽപ്പിച്ചിട്ടുണ്ട് എന്ന ഹദീസുകളിൽ കാണുന്നു. അങ്ങനെ 3 പിടി മണ്ണ് വാരി ഖബറിലേക്ക് ഇടുക അവിടെ കൂടിയ ആൾക്കാരൊക്കെ. പക്ഷേ ഈ അവസരത്തിൽ 1-ാമത്തെ പിടി മണ്ണ് വാരുമ്പോൾ മിൻഹാ ഖലഖനാകും, 2-ാമത്തെ പിടി മണ്ണ് വാരുമ്പോൾ ഫീഹാ നുഈദുകും, 3-ാമത്തെ പിടി എറിയുമ്പോൾ മിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്നിങ്ങനെയുള്ള ആയത്തിന്റെ ഭാഗങ്ങൾ ചൊല്ലണം എന്ന് ചില കിതാബുകളിൽ കാണുന്നുണ്ടെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഹദീസുകളിലൊന്നും അത് സ്ഥിരപ്പെട്ട് കാണുന്നില്ല. അതുകൊണ്ട് തന്നെ മണ്ണ് വാരിയിടൽ സുന്നത്താണെങ്കിലും മിന്നാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിന്നാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ എന്ന് പറയൽ സുന്നത്തില്ല. പ്രവാചകന്റെ ശരീഅത്തിൽ അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യേണ്ടതില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. മിന്നാ ഖലഖനാകും എന്ന് പറഞ്ഞാൽ നിങ്ങളെ ഇതിൽ നിന്നാണ് പടച്ചത്, മണ്ണിൽ നിന്നാണ് നിങ്ങൾ പടക്കപ്പെട്ടത്. വഫീഹാ നുഈദുകും അതിലേക്ക് തന്നെ നിങ്ങൾ മടക്കപ്പെടുന്നു. വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റാ വീണ്ടും ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങൾ മറ്റൊരു പ്രാവശ്യം എഴുന്നേൽക്കുന്നതാണ്, നിങ്ങൾ പുറത്തു വരുന്നതാണ്. അർത്ഥമൊക്കെ നല്ലതാണ്, ഖുർആനിലുള്ള ആയത്തുമാണ്. പക്ഷേ ഇങ്ങനെ ഈ 3 പിടി മണ്ണ് വാരിയിടുന്ന സമയത്ത് ഇത് ചൊല്ലാൻ നിർദ്ദേശിച്ചതായോ ചൊല്ലിയതായോ സ്വഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ സമയത്ത് അത് ചൊല്ലുന്നതിന് തെളിവുകളില്ല എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് ആ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ മനസ്സിൽ നിങ്ങളിലേക്ക് ഓർമ്മപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിനു ശേഷമുള്ള മറ്റു ഭാഗങ്ങൾ എന്ന് പറഞ്ഞാൽ മറമാടിക്കഴിഞ്ഞാൽ അവിടെ കൂടിയ മുസ്ലിമീങ്ങൾക്ക് വേറെയും ചില ബാധ്യതകളുണ്ട്. ആ ബാധ്യതകളെ സംബന്ധിച്ചും അതോടനുബന്ധമായി തഅസിയത്ത് അഥവാ നമ്മുടെ നാട്ടിലൊക്കെ കണ്ണോക്ക് എന്ന് പറയുന്ന സമ്പ്രദായമുണ്ട്. അതുമായി ഇസ്ലാമികമായ ചര്യയിലുള്ളതും ഇല്ലാത്തതുമായ കാര്യങ്ങളെ സംബന്ധിച്ചും വേർതിരിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത്തരം വിഷയങ്ങളെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സിൽ നിങ്ങളെ കേൾപ്പിക്കുന്നതാണ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല ശരിയായ ആചാരങ്ങളും സമ്പ്രദായങ്ങളും അനുസരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഉത്തമകളിൽ നമ്മയെല്ലാവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. നമ്മുടെ എല്ലാ പാപങ്ങളും ചെറുതും വലുതുമായ ദോഷങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا إنك أنت الغفور الرحيم. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. وآخر دعوانا الحمد لله رب العالمين والسلام عليكم ورحمة الله تعالى وبركاته.